എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലായ്ക്കടുത്ത് ഭരണങ്ങാനം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള മനോഹര ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ്. 12 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന വീടിന് 1580 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 3 ബെഡ്റൂമുകളുള്ള മനോഹരമായ വീടാണിത്. വീതിയേറിയ ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന നല്ലൊരു വീടാണ്. 12 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, 2 ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കിണർ വെള്ളം കൂടാതെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ബോർവെല്ലും കൂടി ഈ വീടിനുണ്ട്. ധാരാളം വീടുകളൊക്കെ അടുത്തടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ്. ഈ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. മുറ്റത്തിൻ്റെ സൈഡുകളെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് തന്നെ മുറ്റം ഒരുക്കിയിരിക്കുന്നു. വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു മുറ്റമാണ് ഈ വീടിനുള്ളത്. ഭരണങ്ങാനം ടൗണിലേക്കും പള്ളിയിലേക്കൊക്കെ ഏകദേശം 1.5 കിലോമീറ്ററാണ് ദൂരം. അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂള്, കോൺവെൻറ്റ് സ്കൂളൊക്കെ നമുക്ക് ടൗണിൽ തന്നെയുണ്ട്. ആരാധനാലയങ്ങളെല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം ഒതുങ്ങിയിരിക്കുന്ന നല്ല മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീടുകൾ പണിതിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ പുറകുവശം. അലക്കല്ലും അതോടൊപ്പം ടാപ്പുമൊക്കെ പുറകുവശത്തുണ്ട്. കിണറും വീടിൻ്റെ പുറകുവശത്താണ് വന്നിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമുണ്ട്. കിണർ വന്നിരിക്കുന്നത് പുറകുവശത്താണ്. ഇതിൻ്റെ മുകളിൽ ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഏരിയ വീടിൻ്റെ പുറകുവശത്തുമുണ്ട്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം ഒതുങ്ങിയിരിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത്. നല്ല വീടുകൾ അടുത്തടുത്ത് പണിത് വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഏരിയയാണ്. ഇപ്പം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഡോർ ഈ ഒരു ഭാഗത്താണ്. പുറത്ത് ആ ഒരു ഭാഗത്ത് വേണമെങ്കിൽ വർക്ക് ഏരിയ കൂടി ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെയും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ ഒതുക്കി കിട്ടിയിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ചുറ്റിനും ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുമുണ്ട്. പുകയില്ലാത്ത അടുപ്പൊക്കെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പർഗോള കൊടുത്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നു. നല്ല ഭംഗിയിലും നല്ല ക്വാളിറ്റിയിലും പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമൊക്കെ ഉണ്ട്. ചുറ്റിനും നല്ല സ്പേസ് ഉണ്ട്. കോമ്പൗണ്ട് എല്ലാം കെട്ടിത്തിരിച്ച് പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്ന വീടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. പാലയിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ദൂരം. ഇരാറ്റുപേട്ടയിലേക്കും ഏകദേശം അത്രയും ദൂരം തന്നെ വരുന്നുണ്ട്. ഭരണങ്ങാനത്ത് നമുക്ക് ഹോസ്പിറ്റലുണ്ട്, പള്ളി, അമ്പലം, സ്കൂള്, സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് ഭരണങ്ങാനം. ഭരണങ്ങാനത്ത് മേരിയരി ഹോസ്പിറ്റലുണ്ട്, ഇരാറ്റുപേട്ടയിൽ സൺറൈസ് ഹോസ്പിറ്റലുണ്ട്. ഇനി പാലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മരിയൻ, കാർമൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളും അതുപോലെ മെഡിസിറ്റിയും എല്ലാമുള്ള നല്ലൊരു ഏരിയയാണിത്. സ്കൂളുകളെല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു പ്രദേശമാണ്. നമുക്കൊരു വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് കൂടി ഒന്ന് പോകാം. ആഞ്ഞിലി, തേക്ക് തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ജനലുകളും കഥകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ്. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽ പോലും നല്ല തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നല്ല ഭംഗിയായിട്ട് വലിയ ടൈൽസൊക്കെ ഇട്ട് എപ്പോക്സി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ വിശാലമായൊരു ഹാളാണ്. സീലിംഗ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളും ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം. നല്ല വിശാലമായ ലിവിങ് ഏരിയയാണ്. ഈ ഭാഗത്തായി നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നു. ഇതും നല്ല സ്പേഷ്യസ് ആണ്. ഹാളുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡിലൊരു പർഗോളയും കൊടുത്ത് ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അടിവശത്തൊക്കെ കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്.
ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ധാരാളം കബോർഡുകളുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ ഷീറ്റുള്ള ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൂടി കൊടുത്തിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പവർ പോയിൻറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം കിച്ചൺ റാക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. നല്ല വലിയ 2 ഹാളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായി 2 ബെഡ്റൂമുകൾ വന്നിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ജനലുകളുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് കൂടി ചെയ്തിരിക്കുന്നു. പന്ത്രണ്ടേകാൽ സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1580 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.